ഇതേ അവസാനത്തെ ചിപ്സും പാക്ക് ചെയ്ത് കഴിഞ്ഞു. 2-3 ദിവസമായിട്ട് എന്ത് രസമായിരുന്നല്ലേ ചേച്ചി? എന്ത് രസം? ഈ ചിപ്സ് ഉണ്ടാക്കി എൻ്റെ നടു ഒടിഞ്ഞു. നടുപൊടിയാനുള്ള പണി നമ്മ ചെയ്തിട്ടില്ലല്ലോ. കുറെ ചിപ്സ് തിന്നു, അത്രല്ലേ ഉള്ളൂ. ഞാൻ ചിപ്സ് ഇന്ന് നീ കണ്ടോ? പിന്നെ ചിപ്സ് തിന്ന് നമ്മുടെ പല്ല് വരെ വേദനിക്കാൻ തുടങ്ങി. എടി അതിന്റെ മൂപ്പ് അറിയണമെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുറച്ച് നോക്കി, അല്ലാതെ അതിന്റെ വേവ് അറിയാൻ പറ്റുമോ? ആ അത് സത്യടി സരിതേ, അമ്മ തന്നെയാണ് ക്വാളിറ്റി കൺട്രോളർ അല്ലേ? പിന്നെ അല്ല, ഒന്ന് പറഞ്ഞു കൊടുക്കടി അങ്ങോട്ട്. അല്ലെങ്കിൽ എൻ്റെ അമ്മ ഒരു സംഭവമല്ലേ. പിന്നെ ചേച്ചി നമ്മുടെ കുടുംബശ്രീക്കാരില്ലേ, അവരിതുപോലെ ചിപ്സ് കൊടുക്കണ്ടല്ലോ. ആ കൊടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് കോമ്പറ്റീഷൻ ആവില്ലേ? കോമ്പറ്റീഷൻ ആവണല്ലോ, എന്നാലേ നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് നല്ല എനർജി ഉണ്ടാവുള്ളൂ. അല്ല, അവർക്ക് ചേച്ചിയോട് ദേഷ്യം വല്ലതും തോന്നും? ദേഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ റംലക്കും മോഹിനിക്കും കുറച്ച് ദേഷ്യം ഉണ്ടടി. പക്ഷെ ബാക്കിയുള്ള കൂട്ടരെല്ലാം നല്ല സപ്പോർട്ടാ. ആ ഗീതയ്ക്കും നമ്മളോട് ഭയങ്കര ദേഷ്യ. അയ്യ ഗീതക്ക് അങ്ങനെയൊന്നുമില്ല, അവള് പറഞ്ഞല്ലോ ഞാൻ ചിപ്സ് ഉണ്ടാക്കാൻ വരാന്ന്. എന്നിട്ട് വേണം അവൾ ഈ ചിപ്സിൽ കൂടെ കൂടോത്രം ചെയ്യാൻ. നമുക്ക് എന്തിന്റെ കേടാമേ? വേണ്ടാണ്ട് അവളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടി ആദ്യം അവളുടെ കൂടോത്രം നിർത്താൻ പറ. ഞാൻ അമ്മയോട് ഒന്നും പറയാൻ വരുന്നില്ല. ആ കൂടോത്ര ഗീതയുടെ കാര്യം ഇനി എന്നോടൊന്നും പറയണ്ട. ഒരു നല്ല ദിവസമായിട്ട് തല്ലുപിടിക്കാണ്ടിരിക്കുവോ? ഇത് റെഡിയായില്ല അമ്മ, ഇതുവരെ വേഗം എടുത്തോണ്ട് പോവാ. റെഡിയാടാ. അച്ഛാ, ഇപ്പൊ നമ്മുടെ അംബാസഡർ ഉണ്ടെങ്കിലും നമ്മൾ വെറുതെ ഓട്ടോയില് പോണം. അംബാസഡർ വർക്ക്ഷോപ്പിൽ കിടക്കുകയല്ലേ, ഇനി 2 ദിവസം എടുക്കുമോ നന്നായി കിട്ടാനായിട്ട്? ആ ദിവസം കൂടുന്തോറും ബില്ല് കൂടി വരും. അച്ഛമ്മയുടെ പോവുകയും ചെയ്യും. നീ ഉദ്ദേശിച്ച എനിക്ക് മനസ്സിലായി. ഞാൻ സത്യസന്ധമായ ബില്ല് കൊടുത്ത് കൃത്യമായ പൈസ മേടിക്കുന്നുള്ളൂ കേട്ടാ. നിങ്ങൾ ഇവിടുന്ന് ചിപ്സ് കച്ചവടത്തിലാന്ന് പറഞ്ഞ് പോയിട്ടേ 2 ദിവസം കോളേജിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിപ്പുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു സംഭവം? അത് എനിക്കറിയില്ല. ഇവളോട് എന്തുവാടി? എനിക്കറിയാമല്ല, സഞ്ജുവിനെ ചോദിക്കും, സഞ്ജുവിനെ അറിയാവുള്ളൂ. അതെ അതെ അതെ. ലവേ, നീ ഇവിടെ 2 ദിവസം കോളേജിന്റെ മുമ്പിലായിരുന്നല്ലോ ചുറ്റിത്തിരി ചിപ്സ് വിൽക്കാൻ വേണ്ടി. എന്തുവരും സംഭവം? അതെന്തോ അതിപ്പോ എന്താ അറിയാനുള്ള ഓടല്? നിങ്ങൾക്ക് വേറെങ്ങും പോവാതെ അവിടെ തന്നെ അത് പോയി, അതോട്ട് പോയി. എന്തോ സംഭവം എന്നറിയണ്ടേ? സാധനം മൊത്തം വിറ്റ് കഴിഞ്ഞില്ലേ, അത് നോക്കിയാ പോരെ? അത് പോരെ കേട്ടാ. എന്തിനാ അവിടെ കിടന്ന് ചുറ്റിത്തിരിഞ്ഞാന്ന് കൂടെ അറിയണം. ചേട്ടന് മനസ്സിലായില്ല ഏട്ടാ, ഇവൻ പെൺപിള്ളേരെ വായി നോക്കാൻ പോയത്. എനിക്ക് അപ്പച്ചിയുടെ പഴയ സ്വഭാവം ഇല്ല ഏട്ടാ, കളിയാക്കല്ലേ. എന്നാ പിന്നെ ഉത്തരം പറയണോ ചോദിച്ചേന്? അപ്പ നിന്നാ പോലെ കുഴിയെണ്ണം. കഴിഞ്ഞത് കഴിഞ്ഞ്. അതിൽ ഇന്ന് തൊട്ടേ ഞാനും വേണക്കുട്ടനും കൂടെ കോളേജിന്റെ മുമ്പിൽ കച്ചവടത്തിന് പോകുന്നത്. എന്റെ അച്ഛ ഒരു സുന്ദരനായ യുവാവും 2 യുവതികളും കൂടെ ചിപ്സ് വെക്കുന്നു. അതാണ് മാർക്കറ്റിംഗ്. ആൾക്കാർ ഇങ്ങനെ ടപ്പേ സാധനം വാങ്ങിച്ചങ്ങ് തീർത്തില്ലേ? ഹലോ ഹലോ, ഒരു യുവാവല്ല, 2 സുന്ദരനായ യുവാവ്. ഏതാണാവോ ഈ 2 സുന്ദരനായ യുവാവ്? അതിലൊന്നും ഞാൻ. ഓ, സുന്ദരനായ യുവാവ്. അപ്പൊ ഒരു പണി ചെയ്യാം. ഇന്ന് വേറെ 2 സുന്ദരന്മാരായ യുവാക്കൾ, ഞാനും വേണക്കുട്ടനും, ഇന്ന് കോളേജിന് മുമ്പിൽ കച്ചവടം നടത്തിക്കോളാം. ആ നിങ്ങൾ കോളേജിന്റെ മുന്നിൽ പോയി കച്ചവടം നടത്താൻ നിൽക്കണ്ട. ചേച്ചി, ചേട്ടനെ പേടിയാണല്ലേ? ചേട്ടനെ പേടിച്ചിട്ടൊന്നല്ല, വേണുകൂട്ടനെ പേടിച്ചിട്ടാ. പിന്നെ അച്ഛാ, നമ്മള് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ചിപ്സ് അല്ലേ, നമുക്കത് കുറച്ച് വില കൂട്ടിയൊക്കെ വിൽക്കാലോ? അയ്യേ, അത് വേണ്ട മക്കളെ. നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ശുദ്ധമായ ചിപ്സ് ശുദ്ധമായ ഈ നാട്ടുകാർക്ക് നമുക്ക് ഓണമായിട്ടും കൊടുക്കാന്നേ. അവർക്ക് വില കൂട്ടി നമുക്ക് അതിൽ കുറച്ചുള്ള ലാഭമൊക്കെ മതി. നഷ്ടം ഉണ്ടാക്കുന്നില്ല. ആ എടാ, നിന്റെ പുത്രിയല്ലേ, അവൾ ആർത്തി കാണിക്കാതിരിക്കോ? ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞോളൂ, വേണമെങ്കിൽ അംഗീകരിച്ചാൽ മതി. എന്നാൽ അച്ഛന് ഇത്രയും സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണത്. എടി ഞങ്ങൾക്കേ ഇത്തിരി സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടുതലാ. പിന്നല്ലാതെ നിങ്ങളുടെ അച്ഛനുള്ള കാലത്തെ ഈ അയൽവക്കത്തുള്ള ഒരൊറ്റ വീട്ടിലെ ആൾക്കാരും പട്ടിണി കിടന്നിട്ടില്ല. അതെന്താ, അച്ഛന് റേഷൻ കടയായിരുന്ന? അമ്മ പഴംപൂരാണെന്ന് തുടങ്ങി, നിങ്ങൾ വിട്ടോ, അതിപ്പോ ഒന്നും നിർത്തത്തില്ല. വരൂ വരൂ.